ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സൺഡേയിൽ ഔട്ടിംഗ് വീഡിയോ ആയിരുന്നു. അർത്തുങ്കൽ പള്ളിയിൽ പോയി ഞങ്ങൾ. എന്താ വെച്ചാൽ സൺഡേ ആവാൻ ഞാൻ കാത്തിരിക്കാറുണ്ട്. എന്താ വെച്ചാൽ അന്നാണ് പുറത്തൊക്കെ ഒന്ന് പോകാൻ പറ്റുക. അതുവരെ ആഴ്ചയിൽ 5 ദിവസം ഞാൻ വീട്ടിൽ തന്നെയാണല്ലോ, എവിടെയും പോകാനില്ല, ബോറടിച്ചിരിക്കുക. അപ്പോൾ സൺഡേ ആണ് പുറത്തൊക്കെ ഒന്ന് പോകുക. അപ്പോൾ എവിടെ പോകുന്നതിനെ ആലോചിച്ചപ്പോഴാണ് അർത്തുങ്കൽ പള്ളി വരെ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, വണ്ടിയെടുത്ത് ഇറങ്ങി അർത്തുങ്കൽ പള്ളിയിലെത്തിയിട്ടുണ്ടേ. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല സ്പേസ് ഉണ്ട് അവിടെ. ഈ ആലപ്പുഴയിലെ ഏറ്റവും വലിയ പള്ളിയാണല്ലോ അർത്തുങ്കൽ പള്ളി. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത്. ഫ്രണ്ടിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇത് കണ്ടില്ലേ? ഇതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ കൊടിമരം കണ്ടോ? നല്ല ഭംഗിയാണത്. നല്ല ഉയരത്തിലാണത് കിടക്കുന്നത്. നല്ല ഭംഗിയാണത് കാണാൻ. അതിൻ്റെ നടുവിലല്ല, സൈഡിലായിട്ടാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അതെ കണ്ടില്ലേ? എൻട്രൻസിൽ ഒരു ഭാഗത്ത് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മറ്റേ ഭാഗത്ത് ഇങ്ങനെ യേശുവിൻ്റെ ഓരോരോ വചനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പ്രതിമകളും എല്ലാം ഉണ്ട്. കണ്ടില്ലേ? അതിൻ്റെ ഓരോരോ അവരുടേതായ രീതിയിലുള്ള ഓരോ വചനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ യേശുവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ഓരോ രൂപങ്ങളും എല്ലാം ഉണ്ട്. കണ്ടോ? ഒരു ഭാഗത്ത് ഈ ചെടികളും ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ഈ പ്രതിമകളും ആണുള്ളത്. നല്ല ഭംഗിയാണത് കാണാൻ കേട്ടോ. കണ്ടില്ലേ? നമുക്ക് എന്താ പറയുക, അതിനെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും. അതിൻ്റെ ഇടയിൽ കാശിത് അവിടെ ഒരു മരമുണ്ട്, അതിൽ കയറണം എന്നും പറഞ്ഞ് ഇടയ്ക്ക് അതിൻ്റെ മേലെയൊക്കെ കയറുന്നുണ്ട്. കണ്ടില്ലേ? അത് ആ എൻട്രൻസിൽ തന്നെയുള്ളൊരു മരമാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതേ പള്ളിയുടെ അടുത്തെത്തി. പള്ളിയുടെ സൈഡിലാണ് ഇത്. ഒരു സൈഡ് ഭാഗമാണ്. ഇതാണ് മെയിൻ ഭാഗം, ഗേറ്റ്. ഒരു ഡോറ് അവിടെ ഫ്രണ്ടിലേക്ക് അടക്കുമ്പോഴുള്ള ഭാഗമാണ് ഇത്. കണ്ടില്ലേ? നല്ല ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇവിടെ പോകുമ്പോൾ. എന്താ പറയുക, ഞാനിവിടെ 2-3 തവണ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റില്ലെന്നാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അത് കഴിഞ്ഞ് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച്. എനിക്ക് എന്താറില്ല, ക്രിസ്ത്യൻസിൻ്റെ ആചാരങ്ങളും അവരുടെ ആ ഒരു രീതിയൊക്കെ എനിക്ക് എന്തോ ഇഷ്ടമാണ്. അത് ഇവിടെ തന്നെ ഉള്ളതാണ് ഈ ബോട്ട്. ഈ ബോട്ടല്ല, ഒരു തോണിയുടെ ഒരു ആകൃതിയിലുള്ള ഒരു രൂപമാണ്. അവിടെ മീനുകളാണ് അതിൽ, ഫിഷ് ടാങ്ക് പോലെ കണ്ടില്ലേ? നല്ല കുറേ ആദ്യം പോയപ്പോൾ നല്ല വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ ചെറിയ ചെറിയ മീനുകളാണ്. അതിൻ്റെ ഇടയിൽ വലുതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു താഴെ. ഉണ്ടാവും. നല്ല ഭംഗിയാക്കാണ്. ഇതിന് മുകളിലേക്ക് ഈ തോണിയുടെ ഇതിൽ തന്നെ സ്റ്റെപ്പുണ്ട് മുകളിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. കയറി പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിൻ്റെ ഇതുണ്ട്, ഒരു പ്രതിമ ഉണ്ടല്ലോ, ചില്ല് കൂട്ടിൽ. ഇങ്ങനെ ആ മറ്റേ കുരിശൊക്കെ തറച്ചിട്ടുള്ള ആ ഒരു കിടക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിമയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കണ്ടില്ലേ? അത് തൊഴുതിട്ട് ഇപ്പുറത്ത് ഈ സൈഡിലൂടെയാണ് ആളുകൾ ഇറങ്ങിപ്പോവുക. അത് മറ്റേ സൈഡിലൂടെ കയറി വന്നിട്ട് ഈ രൂപം കണ്ടിട്ട് മറ്റേ സൈഡിലൂടെ ഇറങ്ങിപ്പോകും. ഇത് കുമ്പസാര അവരുടെ റൂമാണ്, കുമ്പസരിക്കുന്ന റൂമാണ്. ഇത് പുറകുവശത്തായിട്ട് ഉള്ളതാണ്. അവിടെ തന്നെ ഒരു താമരയൊക്കെ വിരിയുന്ന ഒരു കുളം പോലെ ഉണ്ട്. കണ്ടില്ലേ? ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന ഈ പള്ളിയുടെ ആദ്യത്തെ പള്ളി. ഇതായിരുന്നു നമ്മൾ ആദ്യം കാണിച്ചത്. ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് പഴയത്, അതായത് 1581 ഈ ഒരു പഴയ പള്ളി ഇവിടെ ഉണ്ടായതെന്നാണ് പറയുക. അവിടുത്തെ കുറേ പണ്ട് കാലത്തെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണിത്. 1581 എന്ന് പറയുമ്പോൾ എത്ര വർഷമല്ലേ? എത്രയോ നൂറ്റാണ്ട് മുൻപുള്ളത്. അന്ന് അവർ സ്ഥാപിച്ച ആ പള്ളിയാണത്. അതിപ്പോഴും ഒരു മാറ്റം വരാതെ അവരിപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത്. ഇതെന്താണെന്ന് വെച്ചാൽ പണ്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ ഈ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പ്രത്യേക സംവിധാനമാണിത്. മൈക്കിന് എന്താ പറയുക, മൈക്ക് സിസ്റ്റം ഇല്ലാതിരുന്ന സമയത്ത് അവരുപയോഗിച്ച് അതിനവിടെ എല്ലാം അതിൻ്റെ മേലെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റൂമിലുള്ളതാണ് ഇത്. അതായത് യേശുക്രിസ്തുവിൻ്റെ തന്നെ മരിച്ച ആ സമയത്ത് കിടക്കുന്ന ആ ഒരു ഇത്, ഈ ചില്ലുകൂട്ടിൽ. ഇതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരു രൂപമുണ്ട്. പിന്നെ പല പല പിക്ചേഴ്സും എല്ലാം ഉണ്ട്. അതിൻ്റെ താഴെ അതിൻ്റെ കഥകളും എല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഈ ചിത്രങ്ങളുടെ താഴെയെല്ലാം അവർ അതിൻ്റേതായ രീതിയിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് പണ്ടത്തെ ആദ്യത്തെ പള്ളിയുടെ ആ ഒരു ഇതാണിത്. ഇത് ഇപ്പോഴും ഇതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെയാണ്. ഞാൻ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. ഇങ്ങനെ എന്തോ ഒരു പ്രത്യേക വൈബായിരുന്നു അതിൻ്റെ ഉള്ളിൽ. എന്താ വെച്ചാൽ തിരക്കില്ല. സൺഡേയിൽ വരുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ ഉത്സവത്തിന് പോയാൽ നമുക്ക് ഇവിടെ ഒന്ന് നല്ലതുപോലെ നിൽക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ ഉണ്ടാവാറ്. ഇവിടുത്തെ ഉത്സവം നല്ല ഫേമസ് ആണല്ലോ.
ഇന്ന് കണ്ടില്ല ആളൊന്നും ഇല്ല, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് എല്ലാം കാണാൻ പറ്റി. ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, ഒരു കിണർ പോലെ എന്തോ ഒരു സംഭവം, എന്താന്ന് അതവിടെ എഴുതിയിട്ടില്ല, പക്ഷേ എന്തോ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. പിന്നെ പുറത്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അത് സ്ഥാപിച്ച മുതലുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി, ഇത് പുറകുവശത്താണ്. ഇവിടെ ഇങ്ങനെ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഇതുണ്ട്, കെട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ആ ഭാഗത്ത് തന്നെ ഉള്ളതാണ് പിന്നെ ഇതാ യേശുക്രിസ്തുവിന് തന്നെ പലതല മുൾക്കിരീടം ചൂടിയതും അങ്ങനെയുള്ള കുറേ പിക്ചേഴ്സാണ്. പ്രതിമയും അതിൻ്റെ വചനങ്ങളും എല്ലാം എഴുതിയിട്ടുള്ള ഭാഗമാണ് ഇത്, കണ്ടില്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഈ അർത്തുങ്കൽ ബീച്ചുണ്ട്, ആ പള്ളിയുടെ ഓപ്പോസിറ്റ് ആ റോഡ് ക്രോസ് ചെയ്ത് പിന്നെ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ഞങ്ങൾ അവിടെയും കൂടെ പോയി, കോളിഫ്ലവറും എല്ലാം ഉണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ കോളിഫ്ലവർ മേടിച്ച്, അതില്ലേ 2 ചായയും മേടിച്ച്, ഐസ്ക്രീമും മേടിച്ച് കാശിക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്ന്, ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.